ഫുഡ് രസില്ല. നാളെ ചിക്കൻ കറി നാളെ കഴിക്കാം. ദിവസം സുധാകരൻ സാറേ നിങ്ങളെ അച്ഛന്മാരെ വന്നിട്ട് ഞാൻ 2ാം ക്ലാസ്സിലോട്ട് പോയിക്കോ. ഇവര് വക പഠിക്കൂല, ഫുൾ ടൈം കളി. പിന്നെ അച്ഛനാടാ പോടാ, ഫുൾ ടൈം കളി. കഴിഞ്ഞ ദിവസം സാറിന്റെ വണ്ടിയില് മറ്റാണി വണ്ടിയിലടി വെച്ച് എന്നിട്ട് ടയർ പൊട്ടി. സാറെ വൈകുന്നേരം വണ്ടി എടുത്തപ്പോ എന്തിനാ പറയാ എയറിന് ശ്വാസം കിട്ടൂല പോലെ. എന്നിട്ട് പറയാ എന്റെ അച്ഛനെ വിളിച്ചു, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ അച്ഛൻ അടിക്കൂല പോലെ. പിന്നെ ഇത് സ്കൂൾ ചെയ്ത എല്ലാ എക്സാമിനും 0. പിന്നെ ഒരു എക്സാമിന് മാത്രം അവനൊരു 10 മാർക്ക്. PT എക്സാം. ബാക്കിയുള്ള എക്സാമിനോ ഒരു അക്ഷരം പഠിക്കില്ല, ഒരക്ഷരവും പഠിക്കില്ല, ഫുൾ തർക്കുത്തരോ. കഴിഞ്ഞ ദിവസല്ലേ എന്താണ് ബെഞ്ചിന്റെ അടിയില് മന്തി മന്തി പെരി പെരി മന്തി ക്യാൻറ്റീന്ന് വാങ്ങിച്ചത്. പിന്നെ ഓന്റെ ബാഗ് കുറിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഫോണ്, ഹെഡ്സെറ്റ്, ലാപ്ടോപ്പ് ഇതൊക്കെ നിങ്ങളാണോ വാങ്ങിച്ചു കൊടുക്കണേ? ഇറങ്ങിപ്പോ. പിന്നെ അക്ഷരം പഠിക്കൂലേ? അക്ഷരമൊന്നും പഠിക്കൂല. പക്ഷേ എല്ലാ വർഷവും ഒരു 6 മാസം മാത്രമേ അത്യാവശ്യം മാർക്ക്. ബാക്കിയുള്ളവർക്ക് ഒരു 5 മാസം 4 മാസമല്ലേ ഒരു വർക്ക് ചോദിച്ചവരോട് പറയും ആ സമയത്ത് ഫോൺ കാണാനുള്ള ടൈമാണ്. പിന്നെ ഫുൾ തർക്കത്തിലും ക്ലാസ്സിൽ എപ്പോ നോക്കിയാലും തെറിവിളി, എപ്പോ നോക്കിയാലും ചിരി. എന്തിനറിയോ അന്ന് വീട് പക്ഷെ കളിയാൻ പോലെ വേറെ ആരോട് അതേ സ്വഭാവം തോന്നുള്ളൂ. പിന്നെ ഒരു ദിവസം ഇവിടെ എന്തോ പരിപാടിയുടെ സമയത്ത് ഇവിടെ ബിരിയാണി ബിരിയാണി അത് ചിക്കൻ ബിരിയാണി 65 ഉണ്ട്. ആ സമയത്ത് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു, ഹാഫ് ക്ലാസ് ഉണ്ട്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ടൈം. ആ സമയത്ത് അതിന് സ്നാക്സ് ഫ്രീ കൊടുത്തു. നമ്മള് സ്നാക്സ് ഫ്രീ ഉണ്ട്. അവനെ ക്ലാസ്സിലും കാണാനില്ല, എവിടെയും കാണില്ല. ക്ലാസ്സിലെ കുട്ടികളെ സാറുമാരെയൊക്കെ വിട്ട് എവിടെ നോക്കിയിട്ട് കാണില്ല. പിന്നെ അവസാനം നോക്കിയപ്പോഴേ കേക്ക് വെച്ച ബിരിയാണി ചെമ്പിന്റെ അത്ര കിട്ടും. പിന്നെ നോക്കിയപ്പോ പറയാ അടുത്ത റോൾ നമ്പർ 23 വൈബ്. പഠിക്കണേലൊന്നും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് തർക്കത്തിന് കൂടുതൽ. പഠിക്കാൻ കുഴപ്പമില്ല, അല്ല അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇത് കുറച്ച് തർക്കത്തരോ. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് ബാഡ് ഇവന് മാത്രം അത്യാവശ്യം മാർക്കുള്ളൂ. പക്ഷെ എന്നാലും ചില എക്സാമിന് ഇവനില്ലേ ഇവന്റെ ഫ്രണ്ട്സിനോട് എടുത്ത എല്ലാ എക്സാമിനും 0. ആ സമയത്ത് അവർക്ക് ഫുൾ മാർക്ക്.
ഫ്രണ്ട്സിനെ ഇടിക്കാൻ സമയത്ത് എന്നുവെച്ചാൽ വേറെ ഓനെ അത്ര ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാരെ കൂടെ എടുക്കുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അച്ഛനായിട്ടൊന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ നല്ലതായിട്ട് സർ പ്ലീസ് ഇവിടെ നിന്ന് സൈഡ് വന്നില്ല എന്നാ ഓഫീസിൽ പോയി അവിടെ വേറെ വിഷയം അവിടെ താങ്ക്സ് ബൈ. പുറത്തെ സൗണ്ട് വേറെ വീട്ടിൽ നല്ല പച്ചക്കറി മാത്രം ഉണ്ട്. ചിക്കൻ ഇവിടെ ചോറ് ഫുഡ് ഹോട്ടലിലേക്ക് ഒന്ന് വരുമോ? കണ്ടോ നമുക്ക് ഇത്രയും മാർക്കുണ്ട്. 30-30 അതുകൊണ്ട് അത് സന്തോഷമാക്കി ഞാൻ ഫോണ് മേടിച്ചു. ഇതിൽ വിളിക്കാനും പറ്റും, ജിയോ ഭാരത് കാണാനും പറ്റും. ജിയോ ഭാരത് എന്താ ആ ജിയോൻ്റെ കുത്താണ്ടൊക്കെ കാണാൻ പറ്റും. 30-30 അതുകൊണ്ടാട്ടോ മേടിച്ചെന്ന് മാർക്ക് കുറയും. 20 ആയാലും ഞാൻ തിരിച്ച് മേടിക്കും. ഞാൻ 20 ആവും ഉറപ്പല്ലേ? പിന്നെ നമുക്ക് കുറച്ച് ചോദ്യം ചെയ്യും. 2 × 2 എത്രയാണ്? 4. അപ്പോൾ 1 × 1 അപ്പോൾ 1 + 1 2. അപ്പോൾ 10 + 10 അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചുതരാം. മലയാളം വായിക്കാൻ ടീച്ചർമാർ ഒരു ബുക്ക്, ഇത്ര വലിയ ബുക്കാണ് ഇത് വായിച്ചു കേട്ടോ. വായിക്കില്ലേ? ശരി വായിക്കട്ടോ. അപ്പോഴത്തേക്ക് നീ ഞാൻ വരാം. പഠിക്കൂലേ? മനസ്സിലായില്ലേ? ഈ വീഡിയോ പഠിക്കുന്നത്